വെൽക്കം ടു ഇൻഫോമിക്സ് ചാനൽ. ഇന്ന് നമ്മൾ US സിറ്റിസൺഷിപ്പ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അധികം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ഉള്ള ലെറ്റർ നിങ്ങൾക്ക് USCIS അക്കൗണ്ടിൽ നിങ്ങൾക്ക് വരും. എപ്പോഴാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, ടൈമെല്ലാം നിങ്ങൾക്ക് പോസ്റ്റ് വഴി ആ ലെറ്റർ വരും. ചിലപ്പോൾ പോസ്റ്റിൽ അല്പം ഡിലേ ഉണ്ടെങ്കിലും നിങ്ങൾ അക്കൗണ്ട് കൂടെ ചെക്ക് ചെയ്യുക. അതിനകത്ത് അവർ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇൻ്റർവ്യൂവിന് പോകുമ്പം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടത് നമ്മൾ ആ ലെറ്റർ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റർ എടുക്കണം. പിന്നെ ലെറ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് എഴുതിയിട്ടുണ്ടാവും. ഡോക്യുമെൻറ്റ്സ് സാധാരണ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ലെറ്റർ സാധാരണ ഗ്രീൻ കാർഡ്, പിന്നെ നിങ്ങൾ എൻട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ US കടക്കാൻ നേരത്ത് ഏത് പാസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് വന്നത് ആ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പയർഡ് പാസ്പോർട്ടും നിങ്ങളുടെ പുതിയ പാസ്പോർട്ടും എടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റും എടുത്തേക്കാം. നമ്മൾ ആ N400 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തത് അതെല്ലാം നിങ്ങൾ കൂടെ കരുതുക. പിന്നെ അവർ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുക. ഇനി നമുക്ക് ഡ്രസ് കോഡ് നോക്കാം. ഡ്രസ് കോഡ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ലെറ്ററിലൊന്നും സ്പെഷ്യലി പറയുന്നില്ല എന്താ വേറെ എന്തെങ്കിലും. ബിസിനസ് കാഷ്വലാണ് യൂഷ്വലി നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇടേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ കളേഴ്സ്, അതായത് നമ്മൾ വൈറ്റ്, ബ്ലാക്ക്, നേവി ബ്ലൂ, ഗ്രേ ആ കളേഴ്സൊക്കെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ബ്രൈറ്റ് കളേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ കടുത്ത മഞ്ഞ, ജീൻസ് അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ഒഫീഷ്യലായിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ഇനി എന്താണ് ടൈം? ഇൻ്റർവ്യൂവിൻ്റെ പോകുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അകത്തേ നമ്മളെ അവർ ആ സെൻറ്ററിലേക്ക് കയറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുൻപ് നമ്മൾ അവിടെ അറൈവ് ചെയ്താൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സമയമാകുമ്പോൾ ഇൻ്റർവ്യൂവിന് അരമണിക്കൂറിൻ്റെ അകത്ത് നമ്മൾ സെൻറ്ററിലേക്ക് ചെല്ലുക. നമ്മൾ സെക്യൂരിറ്റി ലെറ്റർ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. പിന്നെ ഒരു ചെറിയ സെക്യൂരിറ്റി ചെക്ക് നമ്മൾ എയർപോർട്ടിൽ കാണുന്ന പോലെ ഒരു ചെറിയ സെക്യൂരിറ്റി ചെക്കുണ്ട്. നമ്മളെയും ചെക്ക് ചെയ്യും. നമ്മുടെ ഐറ്റംസ് ഒരു ട്രെയിനകത്ത് ഇട്ടിട്ട് അവർ സ്ക്രീൻ ചെയ്യും. എന്നിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റിസപ്ഷനിൽ അടുത്ത് പോകുക. റിസപ്ഷനിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ സെയിം ലെറ്റർ കാണിച്ചു കൊടുക്കും. നമ്മൾ ലെറ്റർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മുടെ ഈ ലെറ്ററിൽ നമ്മുടെ USCIS നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ആണ് നമ്മുടെ ലെറ്ററിൽ എഴുതി തരും. അതായത് അതാണ് നമ്മുടെ നമ്പർ. ആ നമ്പർ വിളിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നമ്പർ നമുക്ക് എഴുതി തരും. അപ്പോൾ ആ നമ്പർ വിളിക്കുമ്പോഴാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അപ്പോൾ അതുവരെ നമ്മളൊരു വെയിറ്റിംഗ് റൂമിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെസ്റ്റ് റൂമിലൊക്കെ പോകുന്നെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സമയം. നിങ്ങൾ ആദ്യം റെസ്റ്റ് റൂമിലെല്ലാം പോയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് റൂമിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ ഒരു 2 hours വരെ നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും നല്ലത്. ഇനി ഇൻ്റർവ്യൂവിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പം നമ്മളെ നമ്മുടെ നമ്പർ വിളിക്കും. നമ്മുടെ കൂടെ ആകുമ്പോൾ നമ്മൾ നമ്പർ വിളിക്കും. നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ തന്നെയാണ് വന്നിട്ട് നമ്മുടെ നമ്പർ വിളിക്കുക. നമ്മളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. ഒരു കാര്യം പറയും, നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ വെച്ചിട്ട് ഒരു ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന സ്ഥലവും വെച്ചിട്ട് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും ഞാൻ ഈ പറയുന്നതിൽ നിന്നും, കേട്ടോ. ഓക്കെ. എന്നിട്ട് പിന്നെ ടോട്ടൽ ടൈം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 10 മിനിറ്റ്സിനകം ഇതെല്ലാം തീരും, കേട്ടോ. ഈ ഇൻ്റർവ്യൂ എല്ലാം കഴിയും. ചിലർക്ക് ഒരു 30 to 45 മിനിറ്റ്സ് എടുക്കും. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് എടുക്കുന്ന ടൈം. ഓക്കെ. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂവിനകത്തേക്ക് വിളിച്ചുകൊണ്ടേ കഴിഞ്ഞിട്ട് നമ്മളെ ആദ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തും.
അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൺഫേം ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫോട്ടോ അവർ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 ഇൻഡെക്സ് ഫിംഗറിൻ്റെയും ഫിംഗർ പ്രിൻ്റ് എടുക്കും. പിന്നെ ചില ഇൻ്റർവ്യൂവേഴ്സ് നമ്മളെ കോടതിയിലൊക്കെ നമ്മൾ പറയുന്ന എല്ലാ സത്യമാണെന്ന് പ്രോമിസ് ചെയ്യിപ്പിക്കത്തില്ലേ, അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മളോട് പറയും, ഓക്കെ ഞാനിനി നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്, ഓക്കെ. എന്നിട്ട് നമ്മളോട് ഒരു 6 to 10 ക്വസ്റ്റ്യൻസ് ആണ്. സിവിക്സ്, ഹിസ്റ്ററി, ആ ഒരു ബുക്ക് നമുക്ക് തന്നിട്ടുണ്ടല്ലോ നേരത്തെ ബയോമെട്രിക്കിന് പോകുമ്പോൾ നമുക്ക് തരുന്ന ആ ബുക്കിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് ഒരു 6 to 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ആ ഇൻ്റർവ്യൂ നിർത്തും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, പല ആൻസേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മളോട് എക്കണോമിക് സിസ്റ്റം ചോദിച്ചു, അതിനകത്ത് നമുക്ക് 2 ആൻസേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു ഉത്തരം പറയുമ്പോഴത്തേക്കും തന്നെ അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പം നമ്മൾ സാധാരണ ഒരു ഉത്തരമെങ്കിലും അതിൽ നിന്ന് ഒരു ചോയ്സെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ നമ്മുടെ 6 എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തും. അത് കഴിഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഇംഗ്ലീഷ് ടെസ്റ്റ് വളരെ സിമ്പിളാണ്. അവർ ഒരു ഇലക്ട്രോണിക് ടാബ്ലറ്റിൽ നമുക്ക് ഒരു വരി അതിനകത്ത് എഴുതി ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മളോടത് വായിക്കാൻ പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹൂ എലക്ട് കോൺഗ്രസ്, അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് ശരിയാണെന്ന് അവർ ശരിയാണെങ്കിൽ അവർ നമ്മളോട് പറയും, ഒരു ഇത് നമ്മളോട് എഴുതാൻ പറയും, ഒരു സെൻറ്റൻസ് എഴുതാൻ പറയും. അപ്പോൾ ദ പീപ്പിൾ എലക്ട് കോൺഗ്രസ്. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോണിക് ഐപാഡിൽ തന്നെ നമ്മൾ അത് എഴുതുക, അവർ പറയുന്നത് എന്താണോ അത് എഴുതുക. അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തില്ലായിരുന്നോ, ആ ക്വസ്റ്റ്യൻസൊക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ഉണ്ടോ, പിന്നെ നമ്മളുടെ അഡ്രസ്സ്, നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്ക് എത്ര കുട്ടികൾ, അതെല്ലാം ചോദിക്കും. പിന്നെ അതിനകത്ത് അവർ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ 6 മാസത്തിൽ കൂടുതൽ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ US-ന് പുറത്ത് പോയി താമസിച്ചിട്ടുണ്ടോ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ US-നെ സെർവ് ചെയ്യാൻ തയ്യാറാണോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. നമ്മൾ അതിനെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉത്തരം പറയുക. നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് പോകുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഇലക്ട്രോണിക് ഡിവൈസിൽ തന്നെ അതെല്ലാം പ്രിന്റഡ് ആയിട്ട് വരും. അത് നമ്മൾ ജസ്റ്റ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇടേണ്ടി വരും, അതിനകത്ത് ഇടേണ്ടി വരും. അങ്ങനെ 1-2 സ്ഥലത്ത് നമ്മളുടെ അടുത്തുനിന്ന് ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവർ ചോദിക്കും, അത് നമ്മൾ സൈൻ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ട്സും ഗ്രീൻ കാർഡും എല്ലാം കൊടുക്കുക. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളോട് പറയും, നിങ്ങളെ ഇൻ്റർവ്യൂ പാസ്സായി, നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൂഫാണെന്നും പറഞ്ഞിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് തരും നമ്മുടെ കയ്യിൽ. ഇപ്പം നിങ്ങൾ പോകുന്ന സെൻറ്റർ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓത്ത് സെറമണി സെയിം ഡേ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ ഓത്ത് സെറമണിയിൽ പങ്കെടുക്കാം. പക്ഷേ നിങ്ങളുടെ ഓത്ത് സെറമണി വേറൊരു ദിവസമാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് വിത്തിൻ 2 വീക്സ് നിങ്ങളുടെ ഓത്ത് സെറമണിയുടെ ഡേറ്റ് ഞങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യും എന്നും പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയക്കും. ഞങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞയക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഇൻ്റർവ്യൂവിന് സംഭവിക്കുന്നത്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു യൂസ്ഫുൾ ഇൻഫർമേഷനുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്തത് വരാം. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ബൈ.